റമളാനു ഷെരീഫിലെ മഗ്ഫിറത്തിന്റെ 10 നമ്മളിലേക്ക് ആഗതമായപ്പോൾ ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങാത്ത സന്തോഷമാണ്. കാരണം ഈ മഗ്ഫിറത്തിന്റെ 10 2 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒന്നാമതായി നമ്മുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ നിന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ്. എന്നോട് നിങ്ങൾ പാവമോചനം തേടിയാൽ നിങ്ങൾക്ക് ഞാൻ സകല തെറ്റുകുറ്റങ്ങളും മാപ്പ് ചെയ്തു തരാം. നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്ത് പേടിച്ചു കേരിച്ചു മടങ്ങിയാൽ സകല തെറ്റുകുറ്റങ്ങളും ഞാൻ പുറത്തു തരാം. അതേപോലെ ഈ മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും അവരെ സ്മരിക്കുന്ന ഒരു ദിനം കൂടി കടന്നു വരികയാണ്. അതെ, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടും പരിപൂർണമായി പടച്ച തമ്പുരാനെ അടിയുറച്ച് വിശ്വസിച്ച് അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ സമരത്തിനിറങ്ങിയവർ. നമ്മളൊക്കെ ബദർ യുദ്ധമെന്ന് പറയാറുണ്ട്, എങ്കിലും മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതൊരു സമരമാണ്. തികച്ചും ഒരു സമരമായിരുന്നു. വളരെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ചീഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്താൻ വേണ്ടി തയ്യാറായപ്പോൾ പോലും ഒരു അണുമണി തൂക്കം അക്രമത്തിലേക്കോ ഒരു അണിമണി തൂക്കം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തലിലേക്കോ സഹാബാ കിറാം റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ല. അവസാനം സഹികെട്ടപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിലും സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പടപ്പുറപ്പാടുകൾ മക്കാ മുശ്രിക്കീങ്ങൾ എടുത്തപ്പോ സമരത്തിന് ഇറങ്ങുകയാണ് പടച്ച തമ്പുരാന്റെ കൽപ്പന പ്രകാരം. ആ ഒരു സമരമായിരുന്നു ബദറിൽ സംഭവിച്ചത്. ആ ബദരീങ്ങളെ സ്മരിക്കുന്ന സമയം, ആ ബദരീങ്ങളെ ഓർക്കുന്ന സമയം, അങ്ങനെ ഓർക്കുകയും സ്മരിക്കുകയും അവരെ പറയുകയും അവരെ തവസ്സുലാക്കി പടച്ച തമ്പുരാനോട് ചോദിക്കുകയും ചെയ്താൽ വദിക്കുറു സ്വാലിഹീന കഫാറ, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഓർത്താലെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഈ മഗ്ഫിറത്തിന്റെ 10 നമുക്ക് പാപം പൊറുപ്പിക്കാൻ അള്ളാഹു തന്നതാണ്. അതേപോലെ ബദർ സ്മരണ കൊണ്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ബദരീങ്ങളെ സ്മരിച്ചും അവരെ ഓർത്തും അവരെ പറഞ്ഞും എല്ലാം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുക്കാൻ നമ്മുടെ സമയങ്ങളെ കണ്ടെത്തുക.